എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സമാധാനമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആൽഫബറ്റ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്. ഇന്നലെ കമൻസിൽ കൂടുതൽ വന്നത് ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള തോട്ട്സ് മതി എന്നായിരുന്നു. അതുകൊണ്ട് തോട്ട്സ് നോക്കാമെന്ന് വിചാരിക്കാം. ആൽഫബറ്റ്സ് വെച്ച് നോക്കിയിട്ട് കുറേ നാളായി ലാസ്റ്റ് നോക്കിയത് ഫീലിങ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് വെച്ചിട്ട് ഉള്ള റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് തുടങ്ങാം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. ഇതിനകത്ത് എന്ത് തന്നെ വന്നാലും ഓർക്കുക, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് ഓവറായിട്ട് ഹാപ്പി ആവുകയോ ഓവറായിട്ട് സാഡ് ആവുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. കേൾക്കുക, ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ വേറെന്താണ്, തുടങ്ങാം. അപ്പോൾ നമുക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. അവരുടെ ഓണസ്റ്റ് ട്രൂ കറണ്ട് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ നിമിഷം അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞത്? എടുക്കട്ടെ. നമഃശിവായ. 5 of Pentacles, Lovers, Four of Swords, Duty, Temperance, 9 of Cups, 10 of Cups. ഓക്കെ, ഒരേ ഒരു കാർഡ് കൂടി, പിന്നെ നമുക്ക് ബോട്ടം ഡെക്കും കൂടി എടുത്തിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ, ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ്. ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. ക്ലാരിഫൈ 5 of Pentacles. 5 of Pentacles here. 5 of Pentacles. എംപ്രസ് ആൻഡ് ഏസ് ഓഫ് സോർട്സ്. ഓക്കെ, അവിടെ നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി മൂലം ആണ് നിങ്ങളെ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റിലൊക്കെ വരാതിരുന്നതെങ്കിൽ അവിടെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. അതായത് അവിടെ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അവർ മറികടന്ന് കാണണം, ഒരു ജോലിയൊക്കെ ആയി കാണുമായിരിക്കും. ഓക്കെ, അവിടെ ഇവർക്കൊരു റിയലൈസേഷൻ, അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നതായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണ് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് സമ്മതിക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾ അവരെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ കെയർ ചെയ്തതുപോലെ അവരുടെ ലൈഫിൽ വേറെ ആരും അവരുടെ അടുത്ത് പെരുമാറിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ അവർക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കാണാനും നല്ലൊരാളായിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നതായിട്ടും ആ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി മറികടന്ന് അവർ മുന്നോട്ട് വരുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഈ കേസിൽ? റിയലൈസേഷൻ ഉണ്ടായ സ്ഥിതിക്ക് എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ? 4 of Wands ആൻഡ് സൺ. വളരെ പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസൽ, ഒരു വിവാഹം, ഒരു കല്യാണം, ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് ഇവർ വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നല്ലൊരു എനർജി അല്ലേ, വളരെ നല്ലൊരു എനർജി അല്ലേ. എംപ്രസ്, ടോറസ്, ഇടവരാശി,
പിന്നെ നിങ്ങൾ ലവ് പ്രപ്പോസലൊക്കെ ഇവർ റിജക്ഷനിൽ നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ അതൊരു പ്രപ്പോസൽ അക്സെപ്റ്റൻസിൽ വരുന്നതായിട്ടും അങ്ങനെയും എടുക്കാം കേട്ടോ. സ്വാട്സും പെൻഡക്കിൾസും ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവൻ കന്നി മകരം ലിബ്ര ജെമിനി അക്വേറിയസ് തുല മിഥുനം കുംഭം ലിയോ ചിങ്ങരാശി അതേപോലെ ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയത്. ഇനി ലവേഴ്സ് വെച്ചിട്ട് അവിടെ വളരെ പോസിറ്റീവ് എനർജി തന്നെയാണ്. ഈ നിമിഷം വളരെ സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർക്ക് ഇപ്പോഴും നല്ല എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നല്ല ചിന്തകൾ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിൽ വരുന്നത്. എന്തായാലും ക്ലാരിഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ക്ലാരിഫൈ ലവേഴ്സ് എന്താണ് അവരുടെ ചിന്തകൾ? നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നത്. സ്റ്റാറും 6 ഓഫ് പെൻഡക്കിൾസും ആണ് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. അതേപോലെ നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ തന്നെയാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കെന്നും താങ്ങും തണലുമായി കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് താങ്ങും തണലുമായി നിങ്ങൾ എന്നും കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് അവർ ഈ നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലക്കി ചാമാണ് എന്നൊക്കെയാണ് അവർ ആലോചിക്കാറുള്ളത്. അവിടെ അവർ വളരെ പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യം തന്നെയാണ്. കാരണം നിങ്ങളെ വളരെ സ്നേഹമാണ്, അവിടെ യാതൊരു തർക്കവും ഇല്ല. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. എന്ത് നെക്സ്റ്റ് ആക്ഷൻ പ്രതീക്ഷിക്കാം ഡിവൈൻ? ചാരിയറ്റ് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണ് എന്ന് അവർ കരുതുന്നു. ഓക്കെ, ഉറച്ച തീരുമാനത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. നിങ്ങളും ആയിരിക്കാം അവരും ആയിരിക്കാം. നിങ്ങൾ വളരെ കാണാൻ നല്ലൊരു ആളായിരിക്കണം. നിങ്ങൾ തിരിച്ചു ആവാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വൈസ് വേർസയും കൂടി എടുത്തോളണം. കാരണം ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും ആയിരിക്കാം എന്ന് എടുത്തോളണം കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും തന്നെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ കാണാൻ വളരെ നല്ല ഒരാളായിരിക്കണം, വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരാളായിരിക്കണം. ഒരുപാട് സ്നേഹം ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. മ്യൂച്വൽ അട്രാക്ഷൻ, മ്യൂച്വൽ ലവ് ആണ്. കാരണം ലവേഴ്സ് കാർഡാണ് അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പകരമായി അവരുടെ ലൈഫിൽ വയ്ക്കാൻ ആരുമില്ല എന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്യാൻസർ കർക്കിടക രാശി, എംപ്രസ് ഇടവരാശി, എംപ്രസ് വെച്ചിട്ട് ടോറസ് ഇടവരാശി, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം, അക്വേറിയസ് കുംഭരാശി ആൻഡ് ജെമിനി മിഥുന രാശി. ഇത്രയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ രാശികളായിരിക്കാം. ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്. സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. 4 ഓഫ് പെൻഡക്കിൾസ്. എന്തിനാ ഇത്രയ്ക്കൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് അല്ലേ? ഭയങ്കര ആലോചനയാണ്. പേജ് ഓഫ് കപ്സ്. അവിടെ എന്താണ് പ്രശ്നം? ഇവർ എനിക്കതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. I didn't get the clarity of why they are stressed. You can give me one reason why they are stressed. Why are they stressed? 8 ഓഫ് കപ്സ്. നിങ്ങൾ ഒന്നുകിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു പിണക്കത്തിലാണ്, തൽക്കാലം ഒരു ഡിസ്റ്റൻസിലാണ് എന്ന് കാണിക്കുന്നു. ഇമോഷണൽ ഡിസ്റ്റൻസോ ആവാം കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്കോ എന്തോ നടന്നിട്ടുണ്ട്, വാക്ക് തർക്കമെങ്കിലും നടന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒന്ന് മാറി നിൽക്കുകയായിരിക്കണം. ചിലപ്പോൾ ഒരു കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാതെ മാറി നിൽക്കുന്നത്. നിങ്ങളുടെ മെസ്സേജസിന് ഇവർ റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവർ മെസ്സേജസ് അയക്കുന്നുണ്ടാവും, നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ ഭയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയോ,
ഒരു ഇൻസെക്യൂരിറ്റി, പൊസസീവ്നെസ് ഒക്കെ ഇവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ട്രെസ്ഡ് ആണ്, ഉറക്കമില്ല. എന്താണ് നിങ്ങൾ റിപ്ലൈ ചെയ്യാത്തത്, എന്തായിരിക്കും പ്രശ്നം, എന്താണ് കമ്മ്യൂണിക്കേഷനിൽ വരാത്തത് എന്നൊക്കെ ഓർത്ത് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ആവുന്നതായിട്ടാണ്. നിങ്ങളുടെ മെസ്സേജ് ഉണ്ടോ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവർ എടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് ലാസ്റ്റ് ഓൺലൈൻ നിങ്ങളെപ്പോൾ വന്നു, എപ്പോൾ പോയി എല്ലാം ഇവർ നോക്കുന്നുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്താണ് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാത്തത് എന്നൊരു ടെൻഷൻ ഇവർക്കുള്ളതായിട്ടും, ഒരു പൊസസീവ്നെസ്, ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഒക്കെ ഇവർക്കുള്ളതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ഇവർ വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഉറക്കമില്ലായ്മ ഇവർ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കി തന്നെ പോവാം നമുക്ക്. ഈ കേസിൽ അവരുടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? തിരിച്ചു എടുത്തോളണേ. ഇതും ഞാൻ പറയാണ്, തിരിച്ചു എടുത്തോളണം. നെക്സ്റ്റ് ആക്ഷൻ ക്വീൻ ഓഫ് സോർഡ്സ്. അവിടെ ഒരു തേർഡ് പാർട്ടിയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ അവര് നിങ്ങളെ വന്ന് കണ്ട് കുറച്ച് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് നിങ്ങൾ തമ്മിൽ വഴക്കായത്. കാരണം ഇവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോ ഒരു ക്ലാരിറ്റിയോ തരുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെട്ട് എന്നാൽ ഞാൻ മൂവ് ഓൺ ചെയ്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഇനി കോണ്ടാക്റ്റ് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കാണും. അവിടെ ഇവർ നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കപ്സ് വെച്ച് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഇത്രയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്. ഇവിടെ നിങ്ങൾ റിപ്ലൈ ചെയ്താലേ അവിടെ അത് മുന്നോട്ട് പോകുള്ളൂ. കാരണം അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും, നിങ്ങൾ റിപ്ലൈ ചെയ്യണ്ടാവില്ല കേട്ടോ. തിരിച്ചു ആയിരിക്കാം. ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്. അവിടെ നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. ഇവിടെയും എന്തോ കാരണവശാൽ നിങ്ങൾ തമ്മിലൊരു പിണക്കം ഉണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷേ അവർ നിങ്ങളെ ഭയങ്കരമായി മിസ്സ് ചെയ്യുന്നുണ്ട്. അവർക്കധികം പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അവിടെ അവരൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, നിങ്ങളെ വന്ന് കണ്ട് സമാധാനിപ്പിച്ച് ഒരു ഈക്വൽ ബാലൻസിൽ എത്തുന്നതായിട്ട്, നിങ്ങൾ അവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഇവർ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ്. അവിടെ ക്ഷമാപണത്തോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ്. എന്നാലും ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈ പ്രീസ്റ്റസ്. ഇവർ മിക്കവാറും ഒരു ടാരോ റീഡറുടെ അടുത്ത് പോയിട്ട് അയ്യോ എന്താ ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയക്കാത്ത, മെസ്സേജ് അയക്കില്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു റീഡിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ റീഡിങ് എടുത്ത് ഒരു എന്താ പറയുക, ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ തോന്നുന്നത്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. അപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ മിക്കവാറും ഈ ടാരോ റീഡർ മിക്കവാറും ഒരു പോസിറ്റീവ് റീഡിങ് കൊടുത്ത് കാണണം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ബാലൻസിൽ എത്തുന്നതായിട്ട് കാണുന്നത് കേട്ടോ. ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. മീനരാശി, പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ ടെമ്പറൻസ്, സാജിറ്റേറിയസ്, ധനുരാശി, വീണ്ടും കപ്സ് തന്നെയാണ്. കൂടുതലായിട്ട് കപ്സിൻ്റെ എനർജിയാണ് അവിടെ. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്, ക്ലാരിഫൈ 9 ഓഫ് കപ്സ്, ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. അതായത് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഓക്കെ, നിങ്ങളെ വളരെ ഇഷ്ടമാണ് അവർക്ക് എന്നുള്ള രീതി തന്നെയാണ് അവിടെ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എന്താ പറയുക, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ.
2 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളെ കാണണം, കാരണം നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളെ അവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെ കാണാൻ വരാനുള്ള എല്ലാ സാഹചര്യവും അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ റെഗുലറായിട്ട് തമ്മിൽ കാണാറുണ്ടായിരിക്കും, സംസാരിക്കാറുണ്ടായിരിക്കും, പരസ്പര സ്നേഹത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടെ അതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് കാണുന്നത്. അവിടെ വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അവിടെ വളരെ നല്ല ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച്. എപ്പോഴും നിങ്ങളെ കാണണം, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർ ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ എന്താ പറയുക, ഇവിടെ ഈ ഗ്രൂപ്പുകാരെ ഒരു ക്ഷമയൊക്കെ ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ റെഗുലറായിട്ട് തമ്മിൽ കണ്ട് സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു വളരെ ഫോൺലി, വളരെ സ്നേഹത്തോടെയും വളരെ ഹാപ്പി ആയിട്ടും ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട് എപ്പോഴും തന്നെ. ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്, ഈ ഗ്രൂപ്പുകാർ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ പ്ലീസ്. 6 ഓഫ് കപ്സ് ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചെയ്യുമ്പോഴും ഇവർ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കും, അത് തന്നെയാണ്. നിങ്ങളെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടാവും. ഇവർ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ പഴയ മെസ്സേജസും ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും നിങ്ങളുടെ മൂമെൻറ്റ്സും എല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ ആ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അവിടെ വേറെ പറയത്തക്ക പ്രശ്നമൊന്നും കാണുന്നില്ല. കപ്സ് എന്ന് പറയുന്നത് തന്നെ ഇമോഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മജീഷ്യൻ, ടോറസ്, ഇടവരാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ വീണ്ടും കപ്സാണ്. ബാക്കി എല്ലാം കപ്സാണ്. അപ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി 10 ഓഫ് കപ്സ്. അവിടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് എന്തായാലും നമുക്ക് നോക്കാം. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ്. ഇതുവരെയുള്ള ചിന്തകളെല്ലാം നല്ലതായിട്ട് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു തടസ്സമുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് ശരിയാക്കണം എന്ന് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കണ്ടത്. പ്രപ്പോസൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുവരെയും കണ്ടത് അല്ലേ. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. അവർ അതിനെക്കുറിച്ച് വളരെ ബോധേഡാണ്. അവിടെ വെയിറ്റേജ് ഫാമിലിക്ക് വരുന്നതായിട്ട് കാണുന്നു. 2 വളരെ സ്ട്രോങ് കാർഡ്സ്, രണ്ടും തന്നെ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നതാണ്. ഫാമിലിക്ക് വെയിറ്റേജ് അവിടെ വളരെ കൂടുതലായി വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. നോക്കട്ടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരൂ ഇവരുടെ സൈഡിൽ നിന്നും. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? ആദ്യമായിട്ടാണ് ഒരു നെഗറ്റീവ് ഇത് വന്നത്. 9 ഓഫ് സോർട്സ് ആണ്. അവർ അവിടെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് സ്പോർട്സ് ആണ്. അവിടെ ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടും അവരുടെ വളരെ പ്രാക്ടിക്കൽ ചിന്തകളാണ്. അവിടെ കൂടുതൽ വെയിറ്റേജ് ഫാമിലിക്ക് കൊടുക്കുന്നതായിട്ടും ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ, അവരെ സംരക്ഷിക്കുക, അങ്ങനെ കൂടുതലായിട്ടും അവിടെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ട് ചിന്തകളിലും അവർ തന്നെയാണ്. അവരുടെ ഫാമിലിയെ ഇനി കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്ഷൻ ഒന്നും വരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഫാമിലിയെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമെന്ന് അവർ അവിടെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ജസ്റ്റിസ്, ഓക്കെ. ഏസ് ഓഫ് കപ്സ്. അവിടെ ഇവർ ചിന്തിക്കുന്നത് ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൻ്റെ അത് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് തന്നെ, അതായത് നിങ്ങളുടെ പേഴ്സണ് ഫേവറബിളായിട്ട് തന്നെ അതിൻ്റെ വിധി വരും. അത് വന്നതിന് ശേഷം വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. കേസിനെ കുറിച്ചാണ് ഇവർ ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറി, അതായത് ഇപ്പോഴത്തെ തടസ്സം മാറി നല്ല രീതിയിലൊരു വിധി വരും. അവിടെ നിങ്ങളുടെ സ്നേഹം വിജയിക്കും എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവ് ചിന്തകൾ തന്നെയാണ്. അവിടെ നിങ്ങളുടെ അടുത്തേക്ക് ആ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ
for my viewers. Next action for my viewers. ദ സ്റ്റാർ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവരൊരു വെയിറ്റിംഗ് സിറ്റുവേഷനിലാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ്. അറിയാമല്ലോ, അവിടെ കേസ് നടക്കുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഒരു പക്ഷേ അത് കേസിന് വിധിക്ക് എതിരായിട്ട് വരും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് ഇപ്പോൾ അവരൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അവരുടെ ലൈഫിൽ ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് എല്ലാം നല്ലതായി മാത്രമേ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നു. ഈ സ്റ്റക്ക് സിറ്റുവേഷൻ മാറുമെന്നും നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വരാൻ സാധിക്കുമെന്നും തന്നെ ഇവർ ഈ സമയം ചിന്തിക്കുകയാണ്. ഓക്കെ, നല്ല ചിന്തകൾ തന്നെയാണ് അവിടെ. നമുക്ക് അത് പ്രാക്ടിക്കലി മനസ്സിലാക്കാമല്ലോ, ഒരു കേസ് നടക്കുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിരുന്നു കിങ് ഓഫ് കപ്സ് കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. അവിടെ വളരെ സ്നേഹം തന്നെയാണ്, നമുക്കതറിയാവുന്ന കാര്യമാണ്. അവിടെ അവർ ചിന്തിക്കുന്നത് 6 ഓഫ് വാണ്ട്സും സണ്ണുമാണ്. വളരെ പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം, ഒരു ലൈഫ്, ഒരുമിച്ചൊരു ജീവിതമൊക്കെ തന്നെയാണ് അവരവിടെ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ അവരുടെ ലൈഫിൽ കൂടെ കൂട്ടണം എന്ന് തന്നെയാണ് ഈ നിമിഷം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ടെമ്പറൻസ്, നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഇവർ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ ഒപ്പം ഒരു ലൈഫ് എത്രയും വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ്ങിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. അവിടെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, അവിടെ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ സിറ്റുവേഷന് ഒരു എൻഡ് കുറിച്ച് നിങ്ങളുമായി ഒരു ബാലൻസിലെത്തും, നിങ്ങളുമായി ഒരു പുതിയ ജീവിതം തുടങ്ങും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ കേട്ടോ. അവിടെ ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനുരാശി, ലിയോ ചിങ്ങരാശി, പോൺസ് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം, സ്കോർപ്പിയോ വൃശ്ചികം, ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പുകാർക്കുള്ള റീഡിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ ചിന്തകളിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നിമിഷം എന്താണ്. എംപ്രസ് കാർഡ് താഴെ വീണം കേട്ടോ, എടുക്കട്ടെ. ഹൈ പ്രീസ്റ്റസ്, ഓക്കെ, വേൾഡ്, ഫോർ ഓഫ് വാൻഡ്സ്, ഗുഡ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, വെരി ഗുഡ്, ടു ഓഫ് വാൻഡ്സ്, ചാരിയറ്റ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 8 ഓഫ് വാൻഡ്സ്, അത് ബോട്ടം ഓഫ് ദി ഡെക്കാണ് കേട്ടോ. ക്ലാരിഫൈ ചെയ്ത് തന്നെ പോകാം. ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്. ഓക്കെ, 6 ഓഫ് വാൻഡ്സും 2 ഓഫ് കപ്സും. ഓക്കെ, അവിടെ എംപ്രസ് വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് വളരെ സ്നേഹത്തോടെയും അട്രാക്ഷനോടും കൂടിയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുമായ ഒരു കുടുംബ ജീവിതമൊക്കെ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് പരസ്പര സ്നേഹം ഇവർ നല്ലപോലെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരെ സ്നേഹിച്ച് അത്രയും, ഇവരെ കെയർ ചെയ്ത് അത്രയും മറ്റാരും ഇവരെ കെയർ ചെയ്തിട്ടില്ല അവരുടെ ലൈഫിൽ എന്നവർ ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഈ നിമിഷം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒട്ടൊരു കുടുംബം തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. കാരണം ഇവർ നിങ്ങളെ പ്രതി ഭയങ്കര അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ വളരെ കാണാൻ നല്ല ഒരാളായിരിക്കണം. നിങ്ങളുടെ സംസാരം, നിങ്ങൾ ഭയങ്കരമായി കെയർ ചെയ്യുന്ന, ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ഒരാളായിരിക്കണം ഇവർക്ക് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇവരുടെ ലൈഫിൽ അവരുടെ കുഞ്ഞിൻ്റെ അമ്മ അച്ഛൻ ആയിട്ട് നിങ്ങളെയാണ് അവർ കാണുന്നത്. ഓക്കെ, അത്ര ഹൈ ലെവലിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഈ നിമിഷം അങ്ങനെ ചിന്തിക്കുകയാണ് അവർ.
Clarify next action. Clarify next action. Next action. Of Pentacles and Hierophant. കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ കാണുന്നത്. ഇവിടെ ഹെയറോഫൻ്റ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല കേട്ടോ. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന അവിടെ നിങ്ങൾ മൊത്തം കുടുംബജീവിതം ഇവർ തുടങ്ങുന്നു, നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കുടുംബജീവിതം ഇവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നു. 4 ആൾ അറിഞ്ഞ് ഇവർ നിങ്ങളെ കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. വളരെ നല്ലൊരു എനർജിയാണ് ഇന്ന് അവിടെ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അതേപോലെ എംപ്രസ് വെച്ചിട്ട് ടോറസ് ഇടവ രാശിയാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഹെയറോഫൻ്റ് വീണ്ടും ഇടവ രാശിയാണ്, ടോറസ് ആണ്. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ബ്യൂട്ടിഫുൾ എനർജി അല്ലേ? ഒരേ ഒരു നിമിഷം. ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ് ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ. ആൻഡ് ദി എംപറർ. അവിടെ പാരൻ്റൽ പ്രഷറാണ് കേട്ടോ. ഇത് ഒന്നുകിൽ നിങ്ങൾ ഒരു റീഡിംഗ് ഒക്കെ എടുത്ത് കാണണം. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണോ ഒരു റീഡിംഗ് ഒക്കെ എടുത്ത് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലായി ഈ സമയത്ത് കണക്റ്റ് ആവുന്നത് ഇവരുടെ പാരൻസിനെ പറ്റി, ഇവരുടെ അച്ഛനെ അമ്മയും പറ്റി ചിന്തിക്കുകയാണ്. അവരുടെ എതിർപ്പിനെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവരുടെ അച്ഛൻ എസ്പെഷ്യലി കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ ഒത്തിരി കടുംപിടുത്തമൊക്കെ ഉള്ള ആളാണ് ഇവരുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അവിടെ അവരുടെ ഭാഗത്ത് നിന്നും വളരെ പ്രബലമായ എതിർപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് അവരുടെ അമ്മയുടെ സൈഡിൽ നിന്നും ആയിരിക്കാം. രണ്ടുപേരും തന്നെ കുടുംബം ഒന്നടങ്കം നിങ്ങളുടെ ബന്ധത്തിനെ എതിർക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി നിങ്ങൾക്കായിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് അമ്മയും അച്ഛനെയും പേടിയാണ്. ചുരുക്കി പറഞ്ഞാൽ അമ്മയും അച്ഛനും ഇവർ വല്ലാതെ കൺട്രോൾ ചെയ്ത് വളർത്തുന്ന ആളായിരിക്കണം. ഇവർക്ക് അവർ പറയുന്നതാണ് ആ വീട്ടിലെ നിയമം എന്നുള്ള രീതിയാണ്. എസ്പെഷ്യലി അച്ഛൻ. ഈവൻ മൊബൈൽ വാങ്ങിച്ച് നോക്കുക, ഇവരാർക്കും മെസ്സേജ് അയക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയെല്ലാം വളരെ കാര്യമായിട്ട് നോക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കണം ഇവരുടെ ഫാദർ. അമ്മയും ഇവർക്ക് പേടി തന്നെയാണ് കേട്ടോ. അവിടെ പാരൻ്റൽ പ്രഷർ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അവരവിടെ പേടിച്ച് നിൽക്കുന്നതായിട്ടും നിങ്ങളോടുള്ള എനർജി കുറയുന്നതായിട്ടുമാണ് കാണുന്നത്. അമ്മയുടെ അച്ഛൻ്റെ എതിർപ്പിനെ പറ്റിയാണ് അവരവിടെ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ ഭാവിയിൽ? നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അവിടെ? ഭാവിയിൽ എന്തെങ്കിലും നടക്കുമെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിംഗ് ആണ്. നൈറ്റ് ഓഫ് സോർട്സ്. പക്ഷേ ഇവരറിയാതെ നിങ്ങളെ വന്ന് കാണാനുള്ള സാഹചര്യം ഇവരുണ്ടാക്കും പിന്നീട് കേട്ടോ. ഇടയ്ക്ക് നിങ്ങളെ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു തീരുമാനം ഇവരറിയിക്കില്ല. അതായത് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം ഇവർ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളെ വന്ന് കാണുന്നതിനെ പറ്റി ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴും ജഗ്ലിംഗ് തന്നെയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീരുമാനം എടുക്കാതെ നിങ്ങളെ ഹാൻഡാക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. മീനരാശി, പൈസസ്, മേടം, ഏരീസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ആൻഡ് സ്വാർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ ദ വേൾഡ്. അവിടെ അച്ഛനും അമ്മയും കുറച്ച് സാമാന്യം വളരെ പേടിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവർ ചിലപ്പോൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ പാരൻസിനെ പേടിക്കാതെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. ക്ലാരിഫൈ ദ വേൾഡ്. ക്ലാരിഫൈ ദ വേൾഡ്. ക്ലാരിഫൈ ദ വേൾഡ്. അവിടെ കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ഒക്കെയാണ് കാണുന്നത്. പേജ് ഓഫ് വാൻസും 4 ഓഫ് സ്വാർട്സും. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് ഒരു പക്ഷേ എബ്രോഡൊക്കെ ആയിരിക്കണം.
നിങ്ങളെ വിചാരിക്കുന്ന ലെവലിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാനൊന്നും അവർക്ക് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെസ്ഡ് ഫീലിംഗ് ആണ്. ഉറക്കമൊന്നുമില്ല കേട്ടോ, ഉറക്കമൊന്നുമില്ല. നിങ്ങളുടെ മെസ്സേജസ് എടുത്ത് നോക്കുക, മെസ്സേജ് വന്നോ എന്ന് തുടർച്ചയായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ സമയം കളയുന്നതായിട്ടാണ് കാണുന്നത്. തുടർച്ചയായി നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ ലോങ് ഡിസ്റ്റൻസ് അവർക്കൊരു ബോധറേഷനായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളുടെ മെസ്സേജ് വന്നോ, എന്താ മെസ്സേജ് അയക്കാതെ, അവിടെ എല്ലാം ശരിയാണല്ലോ എന്നൊക്കെയാണ് ഇവരുടെ ചിന്തകൾ. നിങ്ങൾക്ക് അവിടെ സുഖമാണോ എന്നൊക്കെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് വറി ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ സ്നേഹമുണ്ട്, സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നത് അല്ലേ. ക്ലാരിഫൈ. എന്തായാലും എബ്രോഡാണോ അല്ലയോ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നിങ്ങളെ യാത്ര ചെയ്ത് മാത്രമേ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ പറ്റി ബോധർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ ഡിവൈൻ? നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഇവിടെ? അവിടെ വിഷമിച്ചിരിക്കുക എന്നല്ലാതെ അവരുടെ അടുത്ത് ഇപ്പോൾ വേറെ യാതൊരു മാർഗവും ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ. മൂന്നാണ്, മിസ്സിങ് എനർജിയാണ് അവിടെ. ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ചില സുഹൃത്തുക്കൾ വഴി നിങ്ങളെ ഒരുപക്ഷെ കോണ്ടാക്ട് ചെയ്യാനോ എല്ലാം സാധ്യതയുണ്ട്. ഓക്കെ, അവരുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു ഗിഫ്റ്റ് കൊടുത്തയക്കുകയോ നിങ്ങൾക്കൊരു ലെറ്റർ കൊടുത്തയക്കുകയോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ സുഹൃത്തുക്കൾ വഴി നിങ്ങളുമായിട്ട് ഇൻ ടച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഇവരുടെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അവിടെ വാൺസ് ആൻഡ് സോർട്സും ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, മീനരാശി. പൈസസ് കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്ട് ആയിട്ടുണ്ട്. ക്ലാരിഫൈ. 4 of Wands. Clarify. 4 of Wands. Clarify. 4 of Wands. Fool. Wheel of Fortune. Okay. അവിടെ എന്ത് തന്നെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും അതെല്ലാം അവർ തരണം ചെയ്ത് ഇപ്പം കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ്. അവിടെ ഇനി എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ ഒപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക തന്നെ എന്നിവർ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരുന്നുണ്ട് എന്നവർ ചിന്തിക്കുന്നു. ഇനി രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കുക തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുക തന്നെ എന്നിവർ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നതായിട്ട്, അതിനെക്കുറിച്ച് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. സ്ട്രെങ്ത്. ഇത്രയും നാൾ അവർ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കായിട്ട് തരണം. കാര്യങ്ങൾ ഇത്രയും വരെ അവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യായിരുന്നു ഈ കാര്യങ്ങൾ മാറി വരാൻ വേണ്ടിയിട്ട്. അവിടെ എനിക്ക് തോന്നുന്ന ഒരു ജോബിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കും കേട്ടോ. പക്ഷെ അതവിടെ ശരിയായിട്ടുണ്ട്. അപ്പം ഇനി ഒരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. അവിടെ വളരെ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, മേട രാശി, ലിയോ രാശി, ചിങ്ങ രാശി, പിന്നെ വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നല്ല എനർജി, ഇന്ന് പൊതുവേ നല്ല എനർജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്ന കാർഡ് കാണുമ്പോൾ തന്നെ ഏകദേശം അറിയാം. എന്നാലും ഇൻ ഡെപ്തിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കാർഡ്സ് ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ. ക്ലാരിഫൈ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ. Ace of Pentacles. Clarify. Ace of Pentacles. Page of Cups and the Star. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ലക്കി ചാമാണ് എന്നൊക്കെ തന്നെ ഇവർ വിചാരിക്കുന്നു. അവരുടെ ലൈഫിലെ സ്റ്റാർ സാന്നിധ്യമാണ് നിങ്ങൾ എന്നൊക്കെ തന്നെയാണ് ഇവർ കരുതുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ ഇവർ അയക്കാറുണ്ടായിരിക്കും. നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടാവും, ഫോൺ ചെയ്യാറുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം
അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? കിങ് ഓഫ് വാൻസ്, വളരെ സ്നേഹമായിട്ടും അട്രാക്റ്റഡ് ആയിട്ടും തന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് തുടർന്നും പെരുമാറും. 9 ഓഫ് കപ്സ്, അതായത് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ ഇവർ കരുതുന്നു. നിങ്ങളുടെ റിലേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത് അക്വേറിയസ്, കുംഭരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. കണ്ടോ, ഇന്ന് പൊതുവേ നല്ല ഒരു ഇതാണ്, വളരെ കുറച്ച് മാത്രമേ ഒരു തടസ്സമായിട്ട് കണ്ടോളൂ. ക്ലാരിഫൈ 2 ഓഫ് വാൻസ്, ക്ലാരിഫൈ 2 ഓഫ് വാൻസ്, ക്ലാരിഫൈ 2 ഓഫ് വാൻസ്, ക്ലാരിഫൈ 2 ഓഫ് വാൻസ്. അവിടെ 2 ഓഫ് വാൻസ് പറയുമ്പോൾ ഒന്നുകിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ട്. അവിടെ ഒരു ഭയങ്കര ബേർഡൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, മാനസികമായിട്ട് വല്ലാതെ ഒരു തളർച്ച ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അതേ അവർക്ക് അവിടെ നിവൃത്തിയുള്ളൂ. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ എന്ത് തടസ്സം ഉണ്ടെങ്കിലും, ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും, നിങ്ങളെക്കുറിച്ച് ആ സിറ്റുവേഷൻ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അടുത്തത് എന്ത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ. അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. അവിടെ ഹാൻഡ് മാൻ ആണ്, അവിടെ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, അവിടെ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നു. ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ നിൽക്കുന്നതായിട്ടും കാണുന്നു. അവിടെ സ്നേഹമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, കാരണം മാനിഫെസ്റ്റേഷൻ ഉണ്ട്. പക്ഷെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തൽക്കാലം ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരവിടെ നിൽക്കുന്നത് കേട്ടോ. തോട്ട്സിൽ നിങ്ങളുണ്ട്, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. കൂടുതലായിട്ട് വോൺസ് ആണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്ന. ടോറസ്, ഇടവ രാശി, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പൈസസ്, മീനരാശി, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതിവിടെ എത്രയാണ് കണക്റ്റ് ആയിരിക്കുന്നത്? Clarify the chariot, clarify the chariot, clarify the chariot. Queen of Wands, okay, good. And 6 of Pentacles. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. എന്താ തന്നെ ആയാലും അവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ആൾ ഒരു പ്രബലമായ ഒരു ജോലിയിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം കേട്ടോ. കുറച്ച് ഹോൾഡൊക്കെ ഉള്ള ഒരാളാണ് എന്നാണ് തോന്നുന്നത്. അവിടെ ഇവർക്ക് നിങ്ങളെ പ്രതിയും വളരെ നിങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സ്വന്തമായി ജോലിയൊക്കെ ഉള്ള, സമ്പാദ്യമുള്ള, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, കാണാൻ സൗന്ദര്യമുള്ള, സംസാരിക്കാൻ നന്നായി അറിയാവുന്ന, ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളും. അപ്പോൾ അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റും ഉണ്ട്. സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങളുമായി ഈക്വൽ ഗിവൻ ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ഇവരൊരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ, ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ പ്ലീസ്. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. എംപ്രസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പകരമായി അവരുടെ ലൈഫിൽ അവർക്ക് യാതൊന്നും വേണ്ട, നിങ്ങളുമായിട്ടൊരു ലൈഫ് തുടങ്ങണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് ഒരു ജീവിതം തുടങ്ങാമെന്നുള്ളൊരു ഉറച്ച തീരുമാനമായിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കർക്കിടക രാശി, ക്യാൻസർ, ടോറസ്, ഇടവ രാശി, പിന്നെ സ്കോർപ്പിയോ, വൃശ്ചിക രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അവിടെ എത്രയാണ് കണക്റ്റ് ആയത്? ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് വാൻസ്. ക്ലാരിഫൈ 8 ഓഫ് വാൻസ്, ക്ലാരിഫൈ 8 ഓഫ് വാൻസ്. അവിടെ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ തന്നെയാണ്.
കിങ് ഓഫ് കപ്സും 6 ഓഫ് കപ്സും. അവിടെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ വളരെ പഴയൊരു സുഹൃത്തോ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമാണ്. അവർക്ക് നിങ്ങളെ വളരെ സ്നേഹമാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ സമയമൊക്കെ ഇവർ വളരെ സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ കണ്ടത്, സംസാരിച്ചത്, അങ്ങനെ ഇതൊരു പക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടും ആയിരിക്കാം കേട്ടോ. കോളേജ് സ്കൂൾ ടൈമിൽ മുതലൊക്കെ ഉള്ള ഒരു ഫ്രണ്ടും അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമാണ്. നിങ്ങളെ ഒരു പക്ഷേ വിളിക്കാനോ കോൾ ചെയ്യാനോ ഒക്കെ ഇവർക്ക് പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ എടുത്ത് സംസാരിക്കണം, പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചതും ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ ഇവർ വളരെ സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ദീസ് പീപ്പിൾ. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ തന്നെ കാണുള്ളൂ. 4 ഓഫ് കപ്സ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുകയാണ് ഇവർ അവിടെ എന്നാണ് കാണുന്നത്. ഒരു റീയൂണിയന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നും അവിടെ കാണുന്നു കേട്ടോ. ഒരു റീയൂണിയന് വേണ്ടി ഇവർ നിങ്ങളെ വിളിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദർ അങ്ങനെ ആവാം കേട്ടോ. നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും, വളരെ കാലമായിട്ടുള്ള ബന്ധമുള്ള നിങ്ങളുടെ ഒരു പഴയ റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളുമായൊരു റീയൂണിയന് അവർ ആഗ്രഹിക്കുന്നു. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നിങ്ങളെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ ഒരു മെസ്സേജൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യവും വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യുകയാണ്. അങ്ങനെ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് അവർ. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ളത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേര് MNOPQRS തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് MNOPQRS തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ സമയം? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ചിന്തകൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? MNOPQRS എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് തുടങ്ങുന്നത്. എടുക്കട്ടെ. 2 of Swords, ഓക്കെ. 9 of Wands, Ace of Pentacles, Empress, okay, good. 10 of Pentacles, 6 of Swords, എന്ത് പറ്റി അവിടെ? King of Wands, bottom of the deck വന്നിട്ട് Hierophant, okay. ക്ലാരിഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. ക്ലാരിഫൈ. 2 of Swords, ക്ലാരിഫൈ. 2 of Swords, പ്ലീസ് ക്ലാരിഫൈ. 2 of Swords. 2 of Swords വരുമ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, ക്രോസ് റോഡ് സിറ്റുവേഷൻ ഒക്കെയാണ്. ക്ലാരിഫൈ. 2 of Swords, ക്ലാരിഫൈ. 2 of Swords. Page of Pentacles and the Magician. ഇവർ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞ് കാണില്ല. കാരണം അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് കാണുന്ന സമയം ഒരു പക്ഷേ ഇവർ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ DP അപ്ഡേറ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ അവിടെ ഇട്ടിരിക്കുന്ന എന്തോ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മജീഷ്യൻ വെച്ച് ഇവർ 24 മണിക്കൂർ നിങ്ങളെ തന്നെയാണ് എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണമെന്നില്ല. 24 മണിക്കൂർ ഇവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടും ഇവരുടെ സ്നേഹം ഇവർ തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ ഇവർക്ക്? ഇവരുടെ സൈഡിൽ നിന്ന് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? എംപ്രസ്, ഓക്കെ. ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്.
ഇവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണെന്ന് ഇവർ കരുതുന്നു. ഈ എംപ്രസിൻ്റെ കാർഡ് വരാത്ത ഒരു റീഡിങ്ങും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ. അതായത് നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണാനും നല്ല ഒരാളായിരിക്കണം, നല്ല സംസാരമായിരിക്കണം, നല്ല പെരുമാറ്റമായിരിക്കണം, നിങ്ങൾക്ക് സ്വയം സമ്പാദ്യം ഉണ്ടായിരിക്കും, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളായിരിക്കണം. എല്ലാം കൊണ്ടും ഇവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റും ഉണ്ട്, സ്നേഹവും ഉണ്ട്. ഇതിപ്പോൾ ഒരു പാർട്ട്ണർ, അതായത് ഒരു ജീവിത പങ്കാളി നിങ്ങളെപ്പോലെ ഇരിക്കണം എന്നവർ ചിന്തിക്കുന്ന ലെവലിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളോട് അട്രാക്റ്റഡ് തന്നെയാണ്. അവർ പറയും, ആ കൺഫ്യൂഷൻ മറികടന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. അവിടെ ടെൻഷൻ അടിക്കാവുന്നില്ല. ഇപ്പോൾ ഒരു ടെൻഷനിൽ, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു എന്ന് മാത്രം. എംപ്രസ് ആൻഡ് മജീഷ്യൻ രണ്ടും തന്നെ ടോറസ് ഇടവരാശിയാണ്. പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഇതെന്തായിരുന്നു? സ്വാട്സ് ആയിരുന്നു. സ്വാട്സ് ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ 9 ഓഫ് വോൺസ്. അവിടെ ഒരു തടസ്സം, ഒരു സെൽഫ് റെസ്ട്രിക്ഷൻ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ക്ലാരിഫൈ 9 ഓഫ് വോൺസ്. ക്ലാരിഫൈ 9 ഓഫ് വോൺസ്. അവിടെ 5 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദി ഹാങ്ഡ് മാൻ. അവിടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കൊണ്ട് അവർ ആ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നതായിട്ടും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങളെ കൂടി അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കിലേക്ക് വലിച്ചിഴയ്ക്കണ്ട എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെയാണ്, കാരണം നിങ്ങൾ കഷ്ടപ്പെടരുത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ. കൂടുതലായും അവരുടെ ഫൈനാൻസസിനെ കുറിച്ച് ആ സമയത്ത് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിൽ നിന്നും സ്വയം തടയുന്നതുമായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ അവരുടെ ഭാഗത്തുനിന്ന്? നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്, സ്ലോയിങ് ഡൗൺ എനർജിയാണ് കേട്ടോ. അവർക്ക് ഫൈനാൻസസിനെ കുറിച്ച് അവിടെ ചിന്തിച്ചേ മതിയാകൂ. 3 ഒരു മിസ്സിങ് എനർജിയാണ്. ഇവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. പക്ഷേ അവർ തൽക്കാലം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ചിന്ത കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ടും ഫൈനാൻസസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെയും കൂടി ഈ ഒരു കഷ്ടപ്പാടിലേക്ക് വലിച്ചഴയ്ക്കാൻ അവർക്ക് തൽക്കാലം താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. മീനരാശി, പൈസസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. മീനരാശി വീണ്ടും ആൻഡ് വോൺസും ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. Clarify Ace of Pentacles. Clarify Ace of Pentacles. Clarify Ace of Pentacles. അവിടെ Queen of Pentacles, Ace of Cups. ഓക്കെ, ഗുഡ്. അവിടെ നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണമെന്നൊക്കെ ഇവർ ആലോചിക്കേണ്ട. ഒരു പക്ഷെ നിങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ ബിസിനസ് പാർട്ട്നേഴ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കാറുണ്ട് കേട്ടോ. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് നിങ്ങൾ. അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. അവിടെ നിങ്ങൾ ചെയ്ത സഹായങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണമെന്നൊക്കെ തന്നെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്നേഹമാണ്, മനസ്സ് നിറഞ്ഞു കവിയുന്ന അത്രയും സ്നേഹമാണ് നിങ്ങളോട്. അങ്ങനെ തന്നെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ ഡിവൈൻ. 10 ഓഫ് കപ്സ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റി, നിങ്ങൾ മൊത്തൊരു കുടുംബമാവുന്നതിനെ പറ്റിയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട് കേട്ടോ. അവിടെ നിങ്ങളെ അവരൊരു കുടുംബമായിട്ട് തന്നെയാണ്, അവരുടെ കുടുംബമായിട്ട് തന്നെയാണ് അവർ മനസ്സിൽ ഇപ്പോഴേ കാണുന്നത്. അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പൈസ തരണം, അങ്ങനെയൊക്കെ അതും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾ പരസ്പരം സഹായിക്കാറുണ്ട്. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് അവർക്കുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. അത് ജീവിതം മുഴുവൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നതിനെ കുറിച്ച് തന്നെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം.
ക്ലാരിഫൈ ദി എംപ്രസ്. ക്ലാരിഫൈ ദി എംപ്രസ്. എംപ്രസ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെയും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ക്ലാരിഫൈ ദി എംപ്രസ്. ക്ലാരിഫൈ ദി എംപ്രസ്. വേറെ ഡെക്കായതുകൊണ്ടാണ് കാർഡ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ലവേഴ്സ് ഓബ്വിയസ്ലി അല്ലേ. നിങ്ങളെ ഒരുപാട് 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 ഇഷ്ടമാണ് അവർക്ക് എന്ന് ഇവർ ചിന്തിക്കുന്നു. നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ് വേണം, ഒരു കുടുംബം വേണം എന്നൊക്കെ തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യും കേട്ടോ. അല്ല, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ അടുത്ത ഘട്ടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ഇവർ ആലോചിക്കും. കാരണം ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന്. അവരുടെ ഒരു എന്താ പറയുക, കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയായിട്ട് അവർ നിങ്ങളെയാണ്, ആ സ്ഥാനത്ത് നിങ്ങളെയാണ് കാണുന്നത്. അതായത് ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ അവർക്ക് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. കാരണം ഇവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്കും അവരെ ഇഷ്ടമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ചിന്തിക്കുകയാണ്. ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ചിന്തിക്കുകയാണ്. ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആണ്. ഓക്കെ, അവിടെ ഒരു പ്രപ്പോസലൊക്കെ തന്നെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. കാരണം അവർക്ക് നിങ്ങളെ വിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, നിങ്ങളെ അവരുടെ കൂടെ കൂട്ടണം എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ജെമിനി, മിഥുന രാശി, ടോറസ്, ഇടവ രാശി ആൻഡ് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. ക്ലാരിഫൈ 10 of Pentacles. Clarify 10 of Pentacles. Clarify 10 of Pentacles. അവിടെ 9 of Pentacles and 3 of Pentacles. ഇവിടെ ഫാമിലിക്ക് കുറച്ച് വെയിറ്റേജ് വരുന്നതായിട്ട് കാണുന്നു. ഇദ്ദേഹം കുറച്ച് സെൽഫ് സെൻറ്റേർഡ് ആയിട്ട്, അതായത് സെൽഫിഷായിട്ട് ചിന്തിക്കുന്നതായിട്ടും, സ്വന്തം കാര്യം, സ്വന്തം ലാഭം, എന്താ പറയുക, ജോലിയിലായാലും സ്വന്തം കാര്യം, അങ്ങനെ കുടുംബമായാലും സ്വന്തം കാര്യം എന്നങ്ങനെ, സ്വന്തം കുടുംബം, സ്വന്തം കുട്ടികൾ, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടും ഒരു ജഗ്ലിംഗ് ആണ്. 3 of Pentacles വരുന്ന അവിടെ അവരുടെ ഫാമിലിക്ക് വെയിറ്റേജ് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് പാർട്ടി, ഇവിടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും സ്വന്തം കാര്യത്തിലും കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നിങ്ങളോടുള്ള എനർജി വളരെ സ്ലോ ആണ്. Clarify next action. Please give me next action for these people. അവിടെ 2 of Swords ബ്ലോക്കേജ് ആണ്, ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. 3 of Pentacles again. ഓക്കെ, അവിടെ ഫാമിലിക്ക് തന്നെയാണ് വെയിറ്റേജ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു ആക്ഷനും വരുന്നതായിട്ട് കാണുന്നില്ല. എല്ലാം പെൻഡക്കിൾസും സ്വാർട്സും. പെൻഡക്കിൾസ് ഫൈനാൻസസിനെ കുറിച്ചും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതിനൊക്കെ കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്വാർട്സ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുന, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ 6 of Swords. Clarify 6 of Swords. Clarify 6 of Swords. Clarify 6 of Swords. അതൊരു തടസ്സം, ഒരു ഗോയിങ് അവേ, അങ്ങനെയൊക്കെയാണ് അത് കാണുന്നത്. അവിടെ 2 of Wands-ഉം 3 of Swords-ഉം ആണ് കേട്ടോ. തടസ്സമാണ്, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി ഒരു പക്ഷേ സെപ്പറേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എക്സിനെ പറ്റിയിട്ടായിരിക്കണം. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളെ വിട്ടുപോയ ഒരു ആളെ പറ്റിയായിരിക്കും നിങ്ങൾ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടാവുക. അവിടെ വീണ്ടും ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു സിവിയർ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ ടോട്ടൽ സെപ്പറേഷനിലായിരിക്കും, നോ കോണ്ടാക്റ്റിലായിരിക്കും. ഇവർ മൂവ് ഓൺ ചെയ്ത് പോയി എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന്. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു, പിന്നെ സ്വാർട്സും ഉണ്ട് അല്ലേ. വാൺസും സ്വാർട്സും ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു, ടവർ കാർഡാണ്. അവിടെ യാതൊരു ആക്ഷനും വരാൻ ഉള്ള സാധ്യതയില്ല. ഓക്കെ എന്നാണ് അവിടെ കാണുന്നത്. 3 of Cups അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മൂവ് ഓൺ ചെയ്ത് പോയത്. അവിടെ നിങ്ങൾക്കായിട്ട് യാതൊരു ആക്ഷനും വരുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളാണ് ഇവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല, നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ എക്സ് ആണ് ഇത് ഉറപ്പായിട്ടും. ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അവിടെ കിങ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ക്വീൻ ഓഫ് കപ്സ് ആണ്.
ഹൈലി ഇമോഷണലായിട്ടും വളരെ സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. വേൾഡ് ലോങ് ഡിസ്റ്റൻസിലാണ്, അതുകൊണ്ടാണ് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, ഹൈലി ഇമോഷണലാണ്, ഒരുപാട് സ്നേഹം വിരഹം എല്ലാം ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ദൂരെ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ട്രാവൽ ചെയ്ത് മാത്രമേ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. യാത്ര ചെയ്ത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അവിടെ ഇരുന്ന് നിങ്ങളെപ്പറ്റി വളരെ സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദ വേൾഡ്, ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്, ആർ ദേ കമ്മിങ്? ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? മിസ്സിങ് ആണെന്ന് മനസ്സിലായി, അവർ മൂവ് ചെയ്ത് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. ഡിവൈൻ, അവിടെ ജോലി സംബന്ധമായിട്ടാണ് ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വീണ്ടും വേൾഡ് കാർഡാണ്. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്, അവിടെ ഇരുന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ലീവൊക്കെ കിട്ടിയാൽ മാത്രമേ നിങ്ങളെ വന്ന് കാണാനൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലെ ട്രാവൽ ചെയ്ത് വരണം. അതുകൊണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാന്നുള്ളതേ അവിടെ അവർക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, വീണ്ടും ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം കേട്ടോ. ഭയങ്കര മിസ്സിങ് എനർജിയാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവിടെ. ക്ലാരിഫൈ ദ ഹെയറോഫന്റ്, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. 10 ഓഫ് കപ്സ് അവിടെ വീണ്ടും, ആൻഡ് ദ സ്ട്രെങ്ത്. അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നവർ ചിന്തിക്കുകയാണ്. കാര്യം ഇവർ മാരീഡാണ്, അവർക്ക് അവിടെ ഒരു ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ സ്റ്റെബിലിറ്റിയും കൂടെ അവർ ചിന്തിക്കുകയാണ്. അവിടെ ക്ഷമയോടെ മാത്രമേ ഈ കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുകയാണ്. കാരണം ഫാമിലി അവിടെ ഒരു മേജർ തടസ്സമാണ് അല്ലേ. ഹെയറോഫന്റ് പറയുമ്പോൾ കുറച്ച് സോഷ്യൽ സ്റ്റാറ്റസ്, കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ബോധവാനായിട്ടുള്ള ഒരാളാണ് ഈ വ്യക്തി, ആണായാലും പെണ്ണായാലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആ ഫാമിലിയെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ വളരെ ക്ഷമയോടെ മാത്രമേ ഡീല് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നവർ ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് ആക്ഷൻ, അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടും, എംപറർ കാർഡാണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടും സ്വയം ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിർത്തുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വീണ്ടും കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയെല്ലാം ജോലി, അതിനെപ്പറ്റി അവരിയ്ക്കുന്ന പദവി, അതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് അവിടെ. അതുകൊണ്ട് തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത്, അഥവാ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സീക്രട്ടായിട്ടായിരിക്കും, പുറമേക്ക് ആരും അറിയാതെ വളരെ സൂക്ഷിച്ച് മാത്രമായിരിക്കും ഇവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവിടെ അതവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടാവും, ഫാമിലി ഉപേക്ഷിച്ച് വരാനൊന്നും സാധിക്കില്ല, അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് ഇവർ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും. ഓക്കെ, കാരണം ഇവർ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരാളാണ്. അതാണ് അവിടെ സിറ്റുവേഷൻ. മേടരാശി ഏരീസ്, ചിങ്ങരാശി ലിയോ, പിന്നെ ഹെയറോഫന്റ് ടോറസ് ഇടവരാശി, വോൺസ് ആൻഡ് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു, കപ്സ് ഉണ്ട് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ്, കർക്കിടകം വൃശ്ചികം മീനം. ഓക്കെ, ഇവിടെ ഇതായിരുന്നു MNOPQRSകാർക്കുള്ള റീഡിങ്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ നിമിഷം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൈ പ്രീസ്റ്റസും 2 കാർഡ് വീണു. ഹൈ പ്രീസ്റ്റസ് എടുക്കാം, 2 കാർഡ് വീണത് എടുക്കുന്നില്ല കേട്ടോ. എടുക്കട്ടെ. 4 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഹാങ്ഡ് മാൻ. അയ്യോ, എന്ത് പറ്റി? 9 ഓഫ് വാൻഡ്സ്. അയ്യോ. 10 ഓഫ് പെൻഡക്കിൾസ്. ഒരു സുഖമില്ലാത്ത എനർജിയാണല്ലോ. കിങ് ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, ദ ഫൂൾ, ബോട്ടം ഓഫ് ദി ഡെക്ക്.
ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം കേട്ടോ. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. 2 of Wands and 5 of Cups. ഓക്കെ, ഭയങ്കര മിസ്സിങ് എനർജി ആണ്. ലോങ് ഡിസ്റ്റൻസ് ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഇവരുടെ അമ്മയായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അമ്മ തടസ്സം നിൽക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡറെ സമീപിച്ച് കാണണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് ഇവർ വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുകയാണ്. അത് തടസ്സങ്ങളാണല്ലോ പറഞ്ഞത് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓവർ തിങ്കിങ് ആണ്, ഉറക്കമില്ലായ്മയാണ്, അങ്ങനെ ഒരു മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ അമ്മ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം. അങ്ങനെയും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അവരതിനെപ്പറ്റി വളരെ ബോധമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ. ഈ സിറ്റുവേഷൻ ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നിവർ വിചാരിക്കുന്നു. അറ്റ് പ്രസൻറ്റ് ഇവർ വളരെ വേദന അനുഭവിക്കുന്നതായിട്ടും കാണുന്നു. ഇവർ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ചിന്തിക്കുന്നത് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും, കാര്യം വളരെ ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലിയോ ചിങ്ങരാശി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, വാൺസും ഉണ്ട്, കപ്സ്, എല്ലാ രാശിയും തന്നെ അവിടെ വന്നു. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, മീന രാശി. പൈസസ് രാശി കുറച്ച് കൂടുതലാണ്. ക്ലാരിഫൈ 4 of swords, ക്ലാരിഫൈ 4 of swords, ക്ലാരിഫൈ 4 of swords, ക്ലാരിഫൈ 4 of swords. 9 of swords. അവിടെ തടസ്സങ്ങളാണ്, ഉറക്കമില്ലായ്മയാണ്, സ്ട്രെസ്സാണ്. എന്ത് പറ്റി നിങ്ങളുടെ പേഴ്സൺ എന്ന് വളരെ സ്ട്രെസ്ഡ് ആയിട്ട്. 3 of cups. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സ്റ്റക്കായിട്ടും സ്ട്രെസ്ഡായിട്ടും തടസ്സങ്ങളായിട്ടും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തും ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഓവർ തിങ്കിങ് ആയിട്ട് ഉറക്കമൊന്നുമില്ല, രാത്രി മുഴുവൻ എണീറ്റിരിക്കുകയാണ്. എണീറ്റിരുന്ന് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ തന്നെയാണ് ഇവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ. ഹൈ പ്രീസ്റ്റസ്. ഇവർ ഒരു ടാരോ റീഡറെ സമീപിക്കുന്നതിന്, ഒരു റീഡിംഗ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം തടസ്സമാണ്, അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. ഇവർക്ക് ആകെ ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവർ. ഉറക്കമൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഇവർ ചിന്തിക്കുന്നത് ഇനി ഒരു ടാരോ റീഡിംഗ് എടുത്താൽ ഒരു പക്ഷേ ഒരു ക്ലാരിറ്റി കിട്ടും, അത് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവരുടെ ചിന്തകളിൽ ഇപ്പോൾ അതാണ്. മീനരാശി, പൈസസ്, വിർഗോ, കന്നി രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ, പ്ലീസ് ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, പ്ലീസ് ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് തന്നെ ഒട്ടും സുഖമില്ലാത്ത കാർഡ്സാണ് ഈ ഗ്രൂപ്പുകാർക്ക് വന്നിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. 10 of swordsഉം ഹെയറോഫൻറ്റും. അവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. അവർ ആ സിറ്റുവേഷനിൽ വളരെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്. അത് മാത്രമല്ല ഇവരുടെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതിനെ പറ്റിയൊക്കെ ഇവർ വളരെ ബോധേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം, ജോലി സംബന്ധമായിട്ടൊക്കെ. അവിടെ ഇവർ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട്, സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ വളരെ വേദനയോടാണ് ഇവർ ആ സിറ്റുവേഷനിൽ നിൽക്കുന്നത്. കാരണം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളൊരു രീതിയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മാനസികമായിട്ട് വളരെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ ഡിവൈൻ ഇവരുടെ അടുത്തുനിന്ന്?
പേജ് ഓഫ് വാൻസ് ഇവർ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലായിരിക്കും, മെസ്സേജസ് ഒക്കെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, കാര്യമായിട്ട് വളരെ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ സ്ട്രെസ്ഡ് ആണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ഇവർ പറയുന്നുണ്ടാവും. ഓക്കെ, വളരെ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ, കുടുംബത്തെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ നിങ്ങളുമായിട്ട് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും, പക്ഷേ ഈ സിറ്റുവേഷൻ അങ്ങനെയാണ്, അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ. ഓക്കെ, അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുകയായിരിക്കാം, അങ്ങനെയും ആയിരിക്കാം കേട്ടോ. ടോറസ് ഇടവ രാശി, മീന രാശി പൈസസ്, ലിബ്ര ജംന അക്വേറിയസ്, തുലാം മിഥുനം കുംഭം, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. ക്ലാരിഫൈ 9 of wands, clarify 9 of wands, clarify 9 of wands, clarify 9 of wands, clarify 9 of wands. അവിടെയും സെൽഫ് റെസ്ട്രിക്റ്റഡ് ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ലോങ് ഡിസ്റ്റൻസ് ആണ്. 4 of cups നിങ്ങളെ മിസ് ചെയ്യുന്നു, പക്ഷേ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർക്ക് വിചാരിച്ചാൽ ഉടനെ ഓടി എത്താൻ സാധിക്കില്ല, ലോങ് ഡിസ്റ്റൻസ് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെ ഇരുന്ന് മിസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനേ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. അത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ മിസ്സിങ് എനർജി വന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ, എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവുമോ ഇവരുടെ ഭാഗത്തു നിന്നും? 8 of swords റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടും 3 of swords അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനുമാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. കാരണം അവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് എന്ന് അവർ ചിന്തിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു റീഡിങ് വരുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, സ്വാട്സും ബോൺസും ഉണ്ട്, രണ്ടും ഉണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു, ലിബ്ര ജംന അക്വേറിയസ്, തുലാം മിഥുനം കുംഭം. ക്ലാരിഫൈ 10 of Pentacles, ക്ലാരിഫൈ 10 of Pentacles, ക്ലാരിഫൈ 10 of Pentacles. അവിടെ കുടുംബത്തിന് കുറച്ച് വെയിറ്റേജ് വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ 10 of Pentacles. ദ മൂൺ വീണ്ടും മിസ്സിങ് എനർജിയാണ്. ഓക്കെ, 5 of Wands വീണ്ടും അവിടെ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആ ലൂപ്പിൽ പെട്ട് കിടക്കുന്നതായിട്ടും അതേ ഒരു ഇതിൽ അവർക്ക് മുന്നോട്ടും പുറകിലേക്കും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ അവരങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മിസ്സിങ് എനർജി ഭയങ്കരമായിട്ടാണ്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് പേടിയുണ്ട്, ഇവർ ഈ കാരണം തന്നെ ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയവും ഇവർക്ക് നല്ലപോലെ തന്നെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ ഇവരുടെ ഭാഗത്തു നിന്നും? ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങൾ അവരുടെ ലക്കി ചാമാണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും. അതൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ഇതാണിത്. ഫാമിലി അവിടെ തന്നെ ഉണ്ട്, ഫാമിലി ഉപേക്ഷിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ അവർക്ക് അവിടെ സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവരത് ചിന്തിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്, നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ ഇവർക്ക് ഒരുപാടുണ്ട്, അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഈ സ്ഥിതി തുടർന്ന് പോയാൽ നിങ്ങൾ ക്ഷമ കെട്ടിട്ട് ഇവരെ കളഞ്ഞിട്ട് പോകുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ട്, അവരതിനെ പറ്റിയും ചിന്തിക്കുന്നു. ഓക്കെ, സ്റ്റാർ അക്വേറിയസ് കുംഭരാശി, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പൈസസ് മീന രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്, അവിടെ റെസ്പോൺസിബിലിറ്റി പ്രാക്ടിക്കാലിറ്റി അതൊക്കെയാണ് കാണുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്. പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 of wands. ഇവിടെ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലുണ്ട്. ഓക്കെ, അവിടെ പ്രശ്നം ഇവരുടെ ഫാദർ ആയിരിക്കും. ഫാദർ കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളാണ്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും കേട്ടോ. ഈ നിങ്ങളിത് കാണുന്ന സമയം ഒരു പക്ഷേ നിങ്ങൾ സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ആയിരിക്കണം. ഇവർക്ക് ഫൈനാൻഷ്യലി ഇവരുടെ ഫാദറിന് അവർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ,
അതുകൊണ്ട് തന്നെ തൽക്കാലം അവിടെ ഒരു ആക്ഷൻ ഒന്നും എടുക്കാൻ സാധിക്കില്ല, വെയിറ്റ് ചെയ്യണം. കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നതിന് ശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നമ്മൾ ഈ സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഇവർ പറയുന്നുണ്ടായിരിക്കും. ഇവരുടെ അച്ഛൻ്റെ കൺട്രോളിനെ കുറിച്ചിട്ടും ഒക്കെ ഇവർ ബോധേഡാണ്. അതിനെക്കുറിച്ചൊക്കെ ഇവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. ഓവർ കൺട്രോളിങ് ആണ്, ഇവർ മൊബൈൽ വരെയും ചെക്ക് ചെയ്യും എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇവർ ആലോചിക്കുകയാണ്, ഈ തടസ്സം മാറില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ആലോചിക്കുകയാണ്. നെക്സ്റ്റ് ആക്ഷൻ. ഭാവിയിൽ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. 9 ഓഫ് കപ്സ്, നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആ തടസ്സം മാറി എല്ലാം ശരിയായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. 10 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, ഒരു ലൈഫ് അവിടെ കിട്ടുന്നതായിട്ട്, ഒരുമിച്ചൊരു ലൈഫ് വരുന്നതായിട്ട്, നിങ്ങളൊരു ഫാമിലി ആവുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവർ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അറ്റ് പ്രസൻറ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കും. ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ടാണ് അവരൊന്നും ചെയ്യാതിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളെന്നും അവരുടെ കൂടെ വേണമെന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇവിടെ കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇനി നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. വീണ്ടും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. 5 ഓഫ് സോർട്സ് ആണ്, തടസ്സങ്ങളാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും സാഹചര്യം മൂലം നിങ്ങൾ തമ്മിലൊന്ന് വഴക്കിടുകയോ വാക്ക് തർക്കമോ എന്തോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കറിയാം നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന്. അങ്ങനെ സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. സ്ട്രെസ്ഡ് ആണ്, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതിനെ കുറിച്ച് ഓർത്ത് ഇവർക്ക് സ്ട്രെസ്ഡ് ആണ്. കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, ഒരു രമ്യതയിലെത്തണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഒരു സോറിയൊക്കെ പറയുക അവർ, അതിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. നെക്സ്റ്റ് ആക്ഷൻ. കിങ് ഓഫ് വാൻസ്, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ഡേയ്സ് ഓഫ് കപ്സ്, വീണ്ടും അവർ നിങ്ങളുടെ അടുത്ത് പറയും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അവരെ വിട്ടു പോകരുത്, പിണക്കം ഉണ്ടെങ്കിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പിണങ്ങിയത് ആലോചിച്ച് ഇവർ സ്ട്രെസ്ഡ് ആയിട്ട് ഉറങ്ങാതിരിക്കുകയാണ് കേട്ടോ. ഈ ഗ്രൂപ്പ് ആരെങ്കിൽ ക്ഷമിച്ചേരെ, അവരൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ക്ഷമിച്ചു കൊടുത്തേക്ക് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അത്രയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ചെറിയ പിണക്കമൊക്കെ ആണെങ്കിൽ ക്ഷമിച്ചേരെ, വലിയ പിണക്കമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. ക്ലാരിഫൈ ദ ഫൂൾ. കിങ് ഓഫ് കപ്സ്, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ടെമ്പറൻസ്, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവൺ, ഒരു ബാലൻസിൽ എത്തണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് വിചാരിക്കുന്നു. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവർക്ക് അതിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. അവർക്ക് മനസ്സമാധാനം കിട്ടുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് തന്നെ പോകാം എന്ന് തന്നെ ഇവർ തീരുമാനിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. കാരണം അവർക്ക് ഒരുപാട് സ്നേഹമാണ്. നെക്സ്റ്റ് ആക്ഷൻ. ടെമ്പറൻസ്, വീണ്ടും കണ്ടോ അവരെ ഒരു ബാലൻസിൽ എത്തണം എന്ന് തന്നെ, എന്താ പറയുക, ബാലൻസിൽ എത്തണം എന്ന് തന്നെയാണ് അവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. കൂടെ വന്നിരിക്കുന്ന ലവേഴ്സാണ്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം എടുത്താലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ എന്ന് അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് വളരെ സ്നേഹത്തോടെ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ലാസ്റ്റിലെങ്കിലും കുറച്ച് 1-2 ഗ്രൂപ്പിനെങ്കിലും ഒരു പോസിറ്റീവ് കാർഡ്സ് അവിടെ കിട്ടി അല്ലേ. ഒരു സമാധാനം കിട്ടി എനിക്ക്. ആദ്യത്തെ മൊത്തം കുറച്ച് തടസ്സങ്ങളായിരുന്നു കണ്ടത്. ഒരു വിഷമം തോന്നി കണ്ടപ്പോൾ.
എന്തായാലും ശരി, നെഗറ്റീവ് റീഡിംഗ് വന്നവർക്ക് നമുക്ക് വിചാരിക്കാം ഇതിപ്പോഴത്തെ എനർജി ആയിരിക്കും, അടുത്ത ആഴ്ച നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എനർജി മാറി വരും എന്നുള്ള ഹോപ്പിൽ തന്നെ നമുക്ക് ഇരിക്കാം അല്ലേ. ഒരു നെഗറ്റീവായിട്ട് അത് എടുക്കേണ്ട. ഓരോരുത്തരുടെ ഓരോ സാഹചര്യമല്ലേ, അത് മാറി വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയിൽ നമുക്ക് ഇരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ്, ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മുടെ ഇതിന് റീച്ച് കിട്ടുള്ളൂ, വീഡിയോസിന് റീച്ച് കിട്ടുള്ളൂ. ദയവായി അതും കൂടെ ഒന്ന് ചെയ്ത് തരാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, വാട്സാപ്പ് ചെയ്താൽ മതി, ദയവായി കോൾ ചെയ്യേണ്ട. മെസ്സേജസ് ഞാൻ അപ്പം തന്നെ നോക്കും, ദയവായി വാട്സാപ്പ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത ഒരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.